നീ എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാൻ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു. പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാചകങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ക്ഷമയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. നല്ല വിവേകശാലിയായ ഒരു മനുഷ്യന് മാത്രമേ ക്ഷമിക്കാൻ കഴിയൂ. അപ്പോൾ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. നമ്മളെ ഒരാൾ പ്രകോപിപ്പിച്ചാൽ നമ്മൾ തിരിച്ച് അതേപോലെ പ്രകോപനമുണ്ടാക്കിയാൽ മാത്രമേ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അവിടെ സംഘർഷം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നമ്മളെ പ്രകോപിപ്പിക്കുന്നവരോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ നല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാവുക. പലരും ചിന്തിക്കും ക്ഷമ ഭീരുവിൻ്റെ ആയുധമാണെന്ന്. എന്നാൽ അതല്ല, ക്ഷമ ധീരൻ്റെ ആയുധമാണ്. നല്ല ക്ഷമാശാലികളായ ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതും അവരുടെ ക്ഷമ ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് വളരെ ക്ഷമയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് പാതി വഴിയിൽ ആ പദ്ധതി ഉപേക്ഷിച്ച് പോയാൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവരും ക്ഷമ പരിശീലിക്കുക, നല്ല ക്ഷമാശീലമുള്ളവരായി മാറുക. എങ്കിൽ തീർച്ചയായും വിജയം നമ്മുടെ കൂടെ ഉണ്ടാകും.